വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് റീഡിംഗ് ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വെക്കേഷനിൽ അവധിക്കാലത്ത് ഇംഗ്ലീഷ് റീഡിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മറ്റുള്ള കുട്ടികളെ പോലെ ഇംഗ്ലീഷ് റീഡ് ചെയ്യുവാനായിട്ട് കഴിയും. അതെങ്ങനെയാണ് സാധ്യമാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് റീഡിംഗ് കോഴ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തേർഡ് പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഈ കാര്യം അറിയാത്തവർക്കായിട്ട് പറയാം. ഇംഗ്ലീഷ് റീഡിംഗ് കോഴ്സിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോണിക് സൗണ്ട്സും ചെറിയ വേർഡ്സ് എങ്ങനെയാണ് വായിക്കുവാൻ പഠിക്കുന്നത് എന്നുള്ളതുമാണ്. രണ്ടാമത്തെ ഭാഗത്ത് 4 ലെറ്റർ വേർഡ്സും 5 ലെറ്റർ വേർഡ്സും എങ്ങനെ ഈസിയായി വായിക്കാം എന്നതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗത്ത് ടഫായിട്ടുള്ള വേർഡ്സ്, കുട്ടികൾക്ക് വായിക്കുവാൻ അതെങ്ങനെ വായിക്കും എന്ന് ഡൗട്ട്സ് വരുന്ന വാക്കുകൾ, ആ വേർഡ്സൊക്കെ എങ്ങനെയാണ് ഈസിയായി വായിക്കേണ്ടത്, ആ കാര്യങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 ഭാഗങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വാങ്ങിക്കഴിഞ്ഞവർ തേർഡ് പാർട്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതുവരെയും നിങ്ങൾ ഇംഗ്ലീഷ് റീഡിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ക്ലാസ്സസ് ലൈവ് സെഷൻസ് അല്ല, അത് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. ലൈവ് സെഷൻസ് വരുമ്പോൾ നെറ്റ്വർക്ക് എറർ വരാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ആബ്സെൻ്റ് ആകാറുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട ബേസിക്സ്, അടിസ്ഥാന വിവരങ്ങൾ കിട്ടാതെ പോകും. ആയതിനാൽ കുട്ടികൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് കാണേണ്ടതും ഉള്ളതിനാൽ അത് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരിക. അത് യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് പോലെ അതേ മോഡലിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ആ വീഡിയോ കാണിച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ കുട്ടികൾ പഠിച്ചെടുക്കും, ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കും. പാരൻസിൻ്റെ സപ്പോർട്ട് മാത്രം മതി. അങ്ങനെ ഈസി ആയിട്ടാണ് എല്ലാ ക്ലാസ്സസും ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. ഇവിടെ നിന്നും ഡീറ്റെയിൽസ് അയക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് പറയാം, അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് നൽകും. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ 3 ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് റീഡിംഗ്. ഈ പഠിച്ചിട്ടുള്ള 3 ഭാഗങ്ങളിലും എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈസിയായി ഇംഗ്ലീഷ് വായിക്കാം, സെൻറ്റൻസ് റീഡിംഗ് ആണ് 4th പാർട്ടിലുള്ളത്. അത് മെയ് 1st വീക്കാണ് റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇംഗ്ലീഷ് റീഡിംഗ് പാർട്ട് 3, ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് റീഡിംഗ് പാർട്ട് 3, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി പേർ മോഡൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കായിട്ട് അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കാണാം. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നമ്മൾ പാർട്ട് 3യിൽ 2 ക്ലാസ്സസ് കഴിഞ്ഞു. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തുവല്ലോ. പ്രാക്ടീസ് ചെയ്തു. ബുക്കിൽ എഴുതിയെടുത്ത ശേഷം നിങ്ങൾ ഡെയിലി റീഡ് ചെയ്യുക. മറന്നു പോകരുത്. ടീച്ചർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇംഗ്ലീഷ് റീഡിംഗ് ക്ലാസ് 18th ക്ലാസ്സിലേക്ക് പോകുവാണ്. ഇതിനു മുൻപുള്ള ക്ലാസ്സസ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള ഓരോ ക്ലാസ്സസും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ആയതിനാൽ പ്രാക്ടീസ് ചെയ്യുവാൻ ആരും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് OAOW വേർഡ്സ്. OAOW ഈ ലെറ്റേഴ്സ് വരുന്ന വേർഡ്സ് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? നമുക്ക് വായിച്ചു നോക്കാം. ഇതെന്താണ് എന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ലെറ്റർ ബി. ബി സൗണ്ട് ബ. നമുക്കറിയാവുന്നതാണ് അല്ലേ? ബ. ബി കഴിഞ്ഞ് OA. ടീച്ചർ ഇന്ന് ക്ലാസ് എടുക്കുവാനായിട്ട് പോകുന്ന
ഒ എ കണ്ടായിരുന്നുവല്ലോ. ബി കഴിഞ്ഞ് ഒ എ. ഒ എ സൗണ്ട്. ഓ ഓ. ടു വവൽസ് അടുത്തടുത്തു വന്നു കഴിഞ്ഞാൽ വവൽസ് ഏതൊക്കെയാണെന്ന് അറിയാലോ. എ ഇ ഐ ഒ യു. ഇതിൽ ഏതെങ്കിലും ടു വവൽസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ വവലിന് സൗണ്ട് കൊടുക്കേണ്ട. മനസ്സിലായല്ലോ. രണ്ടാമത്തെ വവലിന് സൗണ്ട് നൽകേണ്ട. ആദ്യത്തെ വവലിനാണ് സൗണ്ട് നൽകാനുള്ളത്. ആ സൗണ്ട് എങ്ങനെയാ നൽകുക? ലോങ് സൗണ്ട് ആയിരിക്കണം, അതായത് കുറച്ച് നീട്ടിപ്പറയുക. അതോടൊപ്പം അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ നെയിം തന്നെയാണ്. ഓയുടെ സൗണ്ട് ഓ, ഇയുടെ സൗണ്ട് ഇ, ഐയുടെ സൗണ്ട് ഐ, എയുടെ സൗണ്ട് എ, യുവിൻ്റെ സൗണ്ട് യു. അതിൻ്റെ നെയിം തന്നെയാണ് അതിൻ്റെ സൗണ്ട്. കുറച്ചുകൂടി ക്ലിയർ ചെയ്യാം. ടു വവൽസ് അടുത്തടുത്ത് വരുമ്പോൾ രണ്ടാമത്തെ വവലിന് സൗണ്ട് നൽകേണ്ട. ആദ്യത്തെ വവലിന് അതിൻ്റെ നെയിം തന്നെയാണ് സൗണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. എക്സാമ്പിൾസ് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ബ ഓ. ഓ നീട്ടി പറയാ. രണ്ടാമത്തെ വവലിനല്ല സൗണ്ട് നൽകാനുള്ളത്, ആദ്യത്തെ വവലിന്. ഓ ബ ഓ ട്. ബോട്ട് 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 ബോട്ട്. ഏക്ക് സൗണ്ട് നൽകേണ്ട. ക്ലിയർ ആയല്ലോ. എന്നാൽ ചില വവൽസ് അടുത്തടുത്ത് വരുമ്പോൾ ആദ്യത്തെ വവലിന് സൗണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ചെറിയൊരു മാറ്റം വരും. അതെപ്പോഴാണ് എന്നുള്ളത് ടീച്ചർ പറയാം. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഗ ഓ ട്. ഗോട്ട് 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 ഗോട്ട്. ക്ലിയർ ആയല്ലോ. ഓയുടെ സൗണ്ടാണ് നൽകിയത്, ലോങ്. കുറച്ച് നീട്ടി പറഞ്ഞു. ഏക്ക് സൗണ്ട് നൽകേണ്ട. ക്ലിയർ ആണല്ലോ. ടു വവൽസ് അടുത്തടുത്ത് വരുമ്പോൾ ആദ്യത്തെ വവലിന് അതിൻ്റെ നെയിമാണ് അതിൻ്റെ സൗണ്ട്. നെക്സ്റ്റ് നോക്കാം. നമുക്കിത് അറിയാവുന്നതാണ്, എന്നാലും നമുക്കിതൊന്ന് റീഡ് ചെയ്യാം. ഇതെന്താണ് എന്ന് നോക്കാം. ഓ പ സോപ്പ് സോപ്പ് സോപ്പ്. എന്താണ്? സോപ്പ്. ഈസി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ വായിക്കുക കേട്ടോ. ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾ വായിച്ചു പറയുക. വെരി ഗുഡ്. ആർ സൗണ്ട് ഓ ഡ്. റോഡ് റോഡ് റോഡ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് വേർഡ്സ് ഒക്കെ റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അറിയാനുള്ളത് ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ ഭാഗങ്ങളും 1 വീക്ക് കൊണ്ട് അല്ലെങ്കിൽ 2 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഓരോ ഭാഗങ്ങളും 1 വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, 2 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത്രയും ഈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെക്കേഷനിൽ തന്നെ ഇംഗ്ലീഷ് റീഡിങ്ങിൻ്റെ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ജോയിൻ ചെയ്യുന്നവർ എത്രയും വേഗത്തിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് ഇയർ സ്കൂളിൽ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കുട്ടിക്ക് ഇംഗ്ലീഷ് നല്ലതുപോലെ വായിക്കുവാനായിട്ട് കഴിയും. ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാം. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, താങ്ക് യു.